നമ്മൾ ചിന്തിക്കുന്നത് ഈശോയെ കുരിശിൽ തറയ്ക്കാൻ ഉത്സാഹം കാണിച്ചവരെ കുറിച്ചാണ്. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നിയമജ്ഞരും ഫരിസേയരും അടങ്ങുന്ന അധികാരവർഗം തന്നെയാണ്. ഈശോ ഭൂമിയിൽ വന്നത് നിന്ദിതർക്കും പീഡിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് കർത്താവിന് സ്വീകാര്യമായ ഒരു മത്സരം ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു. നിന്ദിതരും പീഡിതരുമായി ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലാവരും തുല്യരാണ്. എന്നാൽ അതിൽ പലരെയും തന്റെ ജനത്തെ നയിക്കുന്നതിനായി ദൈവം പ്രത്യേകമായ കഴിവ് നൽകി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അധികാരത്തെ അടിച്ചമർത്താനുള്ള ആയുധമാക്കി മാറ്റി. നിറത്തിന്റെ പേരിൽ, തൊഴിലിന്റെ പേരിൽ, ധനത്തിന്റെ പേരിൽ എല്ലാം മനുഷ്യരെ തരംതിരിച്ചു. അവർക്കുള്ളതെല്ലാം ശ്രേഷ്ഠമെന്നും മറ്റുള്ളവരുടേതെല്ലാം നിന്ദ്യമെന്നും അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ ജനങ്ങളെ പല തട്ടുകളായി വേർതിരിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തു. അടിച്ചമർത്തുന്നതിനായി പണ്ടും ഇന്നും ഉപയോഗിക്കപ്പെടുന്നത് അധികാരം തന്നെയാണ്. മനുഷ്യരുടെ നന്മയ്ക്കും സമൃദ്ധിക്കും ഒരുമയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കേണ്ട അധികാരത്തെ അടിച്ചമർത്താനുള്ള അവകാശമാക്കുമ്പോഴാണ് അത് ദുർവിനിയോഗിക്കപ്പെടുന്നത്. ഈ ദുർവിനിയോഗത്തെയാണ് ഈശോ ചോദ്യം ചെയ്യുന്നത്. അധികാരികളുടെ കപടത പൊതുജന സമക്ഷം തുറന്നു കാണിച്ചത് മൂലമാണ് ഈശോ അവരുടെ കണ്ണിലെ കരടായി മാറിയത്. വഴിതെറ്റിപ്പോയ ആടിനെ തിരിച്ചു വിളിച്ച് കൂടത് കൂട്ടുന്ന ആധികാരികതയാണ് ഈശോ ലോകത്തിന് പകർന്നു നൽകിയത്. പിതാവായ ദൈവം പോലും സ്നേഹത്തിന്റെ ചെങ്കോലാണ് അധികാരത്തിന്റെ അടയാളമായി ഉപയോഗിക്കുന്നതെന്ന് യേശു പഠിപ്പിക്കുന്നു. ഈ നോമ്പുകാലത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അധികാരത്തെക്കുറിച്ചാണ്. ചെറുതും വലുതുമായ ഓരോ അധികാരങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തെ എപ്രകാരമാണ് നാം വിനിയോഗിക്കുന്നത് എന്നാണ്. കുടുംബത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം നമ്മുടെ ആശ്രിതരോടുള്ള പെരുമാറ്റം അടിച്ചമർത്തലിൻ്റെതായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ നമ്മുടെ ശത്രുക്കളായി തീരുകയും അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ചിന്തകൾ നമ്മളിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്താവിഷയമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദൈവത്താൽ നിയുക്തരായവർ ദൈവത്തിൽ ഒന്നായിരിക്കേണ്ട ജനതയെ സ്വാർത്ഥതയ്ക്കും കാര്യലാഭങ്ങൾക്കുമായി തെറ്റായ നിർദ്ദേശങ്ങൾ നൽകി ഭിന്നിപ്പിക്കുന്നതും വഴിതെറ്റിക്കുന്നതും കൊടിയ പാപം തന്നെയാണ്. അധികാരം ശുശ്രൂഷാ ദൗത്യമാണ്. അധികാരത്തിലിരിക്കുന്നവർ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണമെന്ന്. അതുപോലെ അധികാരം അക്രമത്തിനുള്ള വഴിയാക്കി മാറ്റരുത്. ഇപ്പോഴുള്ള ഒരു പറച്ചിലുണ്ട്, അധികാരം കയ്യിൽ ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന്. ഇതെല്ലാം അധികാര ദുർവിനിയോഗത്തിന്റെ മേഖലകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോയെ കുറ്റം വിധിച്ച് കുരിശിൽ തറച്ചതുപോലെ അധികാരവർഗത്തിന്റെ ഇഷ്ടത്തിനൊത്തു നിൽക്കാത്തവരെ ജയിലിലടയ്ക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമായി ഇന്ന് മാറിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ചെറുതും വലുതുമായ അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് ആത്മശോധന ചെയ്തു നോക്കാം. കത്തിയുരുകുന്ന മെഴുകുതിരി ചുറ്റുമുള്ളവർക്ക് പ്രകാശം പരത്തുന്നത് പോലെ നമ്മൾ അലങ്കരിക്കുന്ന അധികാര സ്ഥാനങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശവും പ്രചോദനവുമായി തീരാൻ ഈശോ പഠിപ്പിച്ച എളിമയുടെ ആധികാരികത നമുക്ക് പ്രചോദനമേകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.